ഹായ് ഫ്രണ്ട്സ്, കട്ടൻ വിത്ത് കുട്ടനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് കൊണ്ടുള്ള ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ പന്നിയാണ് കേട്ടോ. ചെറുതായി അരിഞ്ഞ ഈ പോർക്കിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണേ. അതിനുശേഷം ഒരു സവാള പകുതി ചെറുതായി അരിഞ്ഞതും പകുതി നീളത്തിൽ അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഓയിലും ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാവേ. അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിലേക്കൊരു പാത്രം വെക്കണേ. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന പന്നി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 1 മണിക്കൂർ വേവിക്കണേ. കുക്കറിലാണെങ്കിൽ ഒരു 5 വിസിൽ മതിയാകും. നോർമലായിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ 1 മണിക്കൂർ ആവശ്യമായി വരുന്നത്. ഇനിയില്ലേ, നമുക്ക് പോർക്ക് ഫ്രൈ ആക്കേണ്ട മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കുക. ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 സവാള നീളത്തിൽ അരിഞ്ഞതും 1 സവാള ഞാൻ ചെറുതായി പൊടിയായി അരിഞ്ഞതുമാണ്. സവാള നന്നായി വരണ്ടതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഈ ചേരുവകളെല്ലാം നന്നായി വരട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് വലിയ ജീരകം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണേ. ഈ മിക്സിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഇനി ഈ മിക്സിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളിയാണ്. ഇനിയില്ലേ, വേവിച്ച് വെച്ച പോർക്കുണ്ടല്ലോ, ഈ മസാല കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പോർക്കിലെ ജലാംശം വറ്റുന്നത് വരെ നന്നായി വരട്ടിയെടുക്കാവേ. ഇനിയില്ലേ, ഈ വരട്ടിയ പോർക്കിലേക്ക് കുറച്ച് ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടെ വീണ്ടും വഴറ്റണേ. അതെ, വീണ്ടും ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് വീണ്ടും നമുക്ക് നന്നായി വരട്ടിയെടുക്കാവേ. നന്നായി ഡ്രൈ ആയി വരുമ്പോഴില്ലേ, ഇതിൽ ജലാംശം നിർത്താൻ വേണ്ടി നമുക്ക് ഈ പോർക്കിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനില്ലേ, ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഈ പോർക്കില്ലേ, ഡാർക്ക് കളർ ആകുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.